Hello guys, welcome back to another video of Viral Malu Media. അപ്പോൾ ഇന്ന് നമ്മൾ റീ-റിലീസ് ഓഫ് ദ മൂവി സമ്മർ ഇൻ ബെത്ലഹേം FTFS 4Kയിൽ നമ്മളിപ്പോഴത്തെ കറണ്ട് ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വരുന്നൊരു മൂവിയാണ്. അപ്പം അതിൻ്റെ പരിപാടിക്കാണ് വന്നിട്ടുള്ളത്. ഇന്ന് റീൽസ് ഉണ്ടാവും, അതിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും, അതിൻ്റെ കുറച്ച് ഫൂട്ടേജസ് ഇവിടുത്തെ വരുന്ന ആക്ടേഴ്സ്, സ്റ്റാർസ്, ക്രൂസ്, അതിൻ്റെ കുറേ അപ്ഡേറ്റ്സ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മൂവിക്ക് സ്പോയിലർ ഇല്ല, കാരണം ഈ മൂവി നമ്മൾ ഓൾറെഡി കണ്ടതാണ് 27 years ബാക്ക്. ഓക്കെ, അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യം കാണിച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൊണ്ട് ഉപയോഗിക്കണേ മറക്കാനും വെച്ച്. ഓക്കെ, എൻ്റെ ചാനൽ ഇതേപോലത്തെ മീഡിയ റിലേറ്റഡ് കണ്ടൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പം തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. റൈറ്റ്, എല്ലാവരോടും സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരോട് പറയാതെ തിയേറ്റർ വാച്ച് പാട്ട് നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് കണ്ടു തീർക്കട്ടെ. സോ താങ്ക് യു വെരി മച്ച്. എനിക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. സോ ഞാൻ അധികം മിസ് ചെയ്യുന്നത് എൻ്റെ സുഹൃത്തും നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ കവി ഗിരീഷ് പുത്തഞ്ചേരിയാണ്. സോ അവരുടെ ഓർമ്മയ്ക്കാൻ വേണ്ടി ഐ തിങ്ക് വി ഡെഡിക്കേറ്റ് ദിസ് ഫിലിം ടു ഹിസ് മെമ്മറീസ് ആൻഡ് ദ സക്സസ് ഓഫ് ദ മ്യൂസിക് ടു ഹിസ് മെമ്മറീസ്, ടു ഹിസ് ടാലൻറ്റ്, unmatched talent. And I think this is the right time to remember him and pay homage. നിൻ്റെ കയ്യിലല്ല വിദ്യാർത്ഥിയായിട്ട് കടന്ന സിനിമയിലാണ്. പക്ഷെ അതിനോട് പ്രണയവർണ്ണം കിട്ടിയില്ല. അദ്ദേഹത്തിന് മ്യൂസിക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നും ആ റിലേഷൻഷിപ്പ് ഭയങ്കര ഫാമിലി അറ്റാച്ച്മെൻറ്റ്. സെയിം ടൈം ഗിരീഷ് പുത്തഞ്ചേരി മറക്കാൻ പറ്റില്ല. പിന്നെ കലാഭവമണി, ഓഫ്കോഴ്സ് പെരുമാറി ചേച്ചി, ഇവരൊക്കെ ഞങ്ങൾ വിട്ട് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഓർമ്മകളിലും ഞങ്ങളുടെ സിനിമകളിലും പിന്നെ വളരെ സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. ശരിക്കും എന്താ പറയുന്നത്, റീലീവ് ചെയ്യായിരുന്നു. ഓൺ ആൻഡ് ഓഫ് സ്ക്രീൻ മൊമെൻറ്റ്സ് ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു ഞങ്ങൾ. പിന്നെന്താ, കുറേ മെമ്മറീസ് ഷെയർ ചെയ്യായിരുന്നു. വളരെ സന്തോഷം. മനുഷ്യനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ സുകുമാരി അമ്മ, മയൂരി ചേച്ചി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. പാട്ടിൻ്റെ ബീറ്റ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് കോഴ്സ്, യെസ്, ബാക്ക്ഗ്രൗണ്ട് കോഴ്സ്, അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. അത് ഞങ്ങൾക്ക് ഒഴിവെന്ന് പറയാം, ഞങ്ങൾക്ക് ബ്രേക്ക് ഷൂട്ട് എടുക്കുന്നത് ഞങ്ങളൊന്നും അത് അറിയുന്നില്ല. ഞങ്ങൾ കളിക്കുകയാണ് ഫുള്ളും. അതിൻ്റെ ഇടയിൽ കൂടെ സിബി സാറ് ക്യാമറ വെച്ച് ഷൂട്ട് എടുക്കണമെന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും മോനായി വേണം എന്നുള്ളൊരു ഇതിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ടോയ്സൊക്കെ തന്ന് ഞങ്ങളെ മണിച്ചേട്ടൻ്റെ അടുത്തുനിന്ന് മാറ്റും. ആ ഒരു വൈപ്പ്. പിന്നെ ഞങ്ങൾക്ക് മണിച്ചേട്ടനെ കണ്ടാൽ മോനായി തന്നെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നതും മണിച്ചേട്ടൻ മറ്റേ ആ എലിയുടെ ആക്ട് ചെയ്തതും മോനായി വേണം തന്നെയാണ്. എലിയുടെ ആക്ട് കൂടാതെ നമ്മുടെ ചിമ്പാൻസിയുടെ ആക്ട് ആയാലും ആനയുടെയൊക്കെ ആക്ട് ആയാലും മണിച്ചേട്ടൻ എപ്പോഴും ഞങ്ങളതൊക്കെ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നിരുന്നതും എല്ലാം. പിന്നെ പാട്ടുകളായാലും നാടൻ പാട്ടുകളായാലും അന്ന് കുറേ പാട്ടുകളൊക്കെ മണിച്ചേട്ടൻ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അതൊക്കെ പിന്നീട് കുറേ കാസറ്റായിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്. മണിച്ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം സൂപ്പറാണ്. ഇനി സ്ക്രീനിൽ ഇതേപോലത്തെ സിനിമകളല്ലേ ഇനി പറ്റുള്ളൂ. പുതിയത് നമുക്ക് കാണാൻ ഇനി പറ്റത്തില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമം. മഞ്ജു ചേച്ചി എല്ലാം കോണ്ടാക്ട് ചെയ്തോ? ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്തോ? ഇപ്പോൾ സിനിമ ഇറങ്ങിയ ശേഷം ഇറങ്ങിയില്ല, ഇപ്പം നമ്മൾ കണ്ടല്ലേ ഉള്ളൂ. കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കാണുമ്പോൾ മഞ്ജു ചേച്ചിയും കാണുമല്ലോ, ഉറപ്പായിട്ടും മഞ്ജു ചേച്ചിയും കണ്ടിരിക്കും. സുരേഷ് ഗോപിയുണ്ട്, പിന്നെ ജയറാം, എല്ലാവരും ഉണ്ട്. എങ്ങനെയുണ്ട് അവരൊക്കെ കളി ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ 4K ആയിട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ട്? അവരെ നമ്മൾ അങ്ങനെ അവരുടെ പടം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് പറഞ്ഞ പോലെ, ഞാൻ 16 വർഷങ്ങൾക്കാണ് എന്നെ ബിഗ് സ്ക്രീനിൽ കണ്ടത്. ഞങ്ങളുടെ കസിൻസ് എല്ലാവരും, അവരും കുറച്ചുകൂടി യങ്ങായിട്ടുള്ള കുട്ടികളായാലും അവർ 20 വർഷങ്ങൾക്ക് ശേഷം, അതിൽ 27 വർഷങ്ങൾക്ക് സിനിമയുടെ ഒപ്പം തന്നെ സഞ്ചരിച്ച കുട്ടികളും അതിലുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടതിലാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ കൂടെ ഇരുന്നാൽ കണ്ടേ. അപ്പോൾ ഞാൻ ഓരോ സീനിൽ വരുമ്പോൾ അമ്മ ബോൾ കളിക്കണു എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളും എൻജോയ് ചെയ്തു മൂവി. മണിച്ചേട്ടൻ്റെ കോമഡിയൊക്കെ അവളും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. Thank you so much. Yeah.